ബേലൂർ മഖ്ന വീണ്ടും കേരളത്തിലെ ജനവാസ മേഖലയിൽ, പിന്നീട് കർണാടക ഭാഗത്തേക്ക് കയറി. പുലർച്ചെ 4:30-ഓടെയാണ് കബനി നദി കടന്ന് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ മരക്കടവിൽ എത്തിയത്. മരക്കടവ് 10 ഏക്കർ ജോസിന്റെ തെങ്ങിൻ തോട്ടത്തിലും മരക്കടവ് പള്ളിത്തോട്ടത്തിന്റെ പരിസരത്തുമെത്തിയ ആനയെ വനപാലകർ മറുകരയായ മച്ചൂരിലേക്ക് തുരത്തി. വനപാലക സംഘം സ്ഥലത്ത് ആനയെ നിരീക്ഷിക്കുകയാണ്. മച്ചൂർ കർണാടകയിലെ ജനവാസ മേഖലയാണ്. ബാവലി മേഖലയിൽ നിന്ന് നാഗർഹോള കടുവ സങ്കേതത്തിന്റെ ഉൾഭാഗത്തേക്ക് 2 ദിവസം മുൻപ് ആന കയറിപ്പോയതിനാൽ വനം വകുപ്പ് താൽക്കാലികമായി ദൌത്യം നിർത്തിയിരുന്നു. നിരീക്ഷണം തുടരുകയും ചെയ്തു. ഇന്ന് ലഭിച്ച സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ അതിവേഗമാണ് വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചത്. വനം വകുപ്പ് ദൌത്യസംഘത്തിന്റെ മഖ്ന ദൌത്യം 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മയക്കുവെടിവെക്കാനുള്ള ശ്രമം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയ്ക്കരികിലെത്താനായെങ്കിലും വനത്തിന്റെ ഉള്ളിൽ നിന്ന് മയക്കുവെടിവെക്കാൻ ദൌത്യസംഘത്തിനായില്ല. ആന ഇപ്പോൾ കർണാടക വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. രാത്രികാലങ്ങളിലാണ് ആന ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്നത്. അതിനാൽ രാത്രികാല നിരീക്ഷണം ഇവിടെ ശക്തമാക്കാനാണ് തീരുമാനം. കൈരളി ന്യൂസ്, വയനാട്.